ഡീകോഡേഴ്സും ലീക്കേഴ്സും ചേർന്ന് അങ്ങനെ GTA 6 ട്രെയിലറിന്റെ റിലീസ് ഡേറ്റ് അങ്ങ് ലീക്കാക്കി. പക്ഷേ ട്രെയിലർ റിലീസായോ? ഇല്ല. എന്തിന്? ഞാൻ വരെ കുറെ കാര്യങ്ങൾ ഡീകോഡ് ചെയ്ത് പറഞ്ഞു, പക്ഷെ ഒന്നും ഒത്തില്ല. എല്ലാം 3G ആയ അവസ്ഥ. കൺഫേം ആയെന്ന രീതിയിലാണ് എല്ലാ അപ്ഡേറ്റ്സും വന്നുകൊണ്ടിരുന്നത്. പിന്നെ എന്ത് സംഭവിച്ചു പറഞ്ഞുതരാം. നമുക്കറിയാം, റോക്ക് സ്റ്റാർസ് പണ്ട് ലീക്കേഴ്സിന് ഒരു പുച്ഛം മാത്രമായിരുന്നു. GTA ഫസ്റ്റ് ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ലീക്കേഴ്സിനെ ഊക്കിക്കൊണ്ടുള്ള ഡയലോഗ്സ് ഒക്കെ വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റോക്ക് സ്റ്റാർ അവന്മാർക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ റിലീസ് ഡേറ്റ്സ് ഒക്കെ മാറ്റി വെക്കുന്നതെന്നും അതുകൊണ്ടാണ് ട്രെയിലർ 3 ഇപ്പൊ റിലീസ് ആവാത്തതെന്നൊക്കെ റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇടതൊക്കെ കേട്ടാൽ തന്നെ അറിയാൻ പറ്റില്ല. നിന്നെപ്പോലുള്ള എടുത്ത് ആക്രമണത്തോടെ എടുത്ത് നോക്കും. കഷ്ടം. പക്ഷെ ഇത് കൺഫേം ആകുന്ന രീതിയിലാണ് വരുന്നത്. കിവി ടോക്സ് എന്ന് പറയുന്ന ന്യൂസിലാൻഡിലിരിക്കുന്ന ഗെയിമിംഗ് പോഡ്കാസ്റ്റർ, ഇയാൾക്കാണെങ്കിൽ നമ്മളെ GTA ഡെവലപ്പേഴ്സുമായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇയാളാണ് ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മനഃപൂർവ്വം റോക്ക് സ്റ്റാർ സർപ്രൈസ് എലമെന്റ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല. അപ്പൊ ചില ഫാൻസ് പറയുന്നു റോക്ക് സ്റ്റാർ ഇങ്ങനത്തെ പരിപാടി കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. ട്രെയിലർ 1 പോലും ലീക്ക് ആയതിനു ശേഷമാണ് ഒഫീഷ്യൽ ട്രെയിലറും പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഇൻ കേസ് ലീക്കായ ഗെയിം പ്ലേ ഫുട്ടേജ് വന്നിട്ട് പോലും അനങ്ങിയിട്ടില്ല. പിന്നെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ടെക്2 ഇന്ററാക്റ്റീവ് CEO തന്നെ ഇപ്പൊ കൺഫേം ആക്കിയിട്ടുണ്ട്. ജൂൺ 21 ഒഫീഷ്യൽ പ്രൊമോഷൻസും മാർക്കറ്റിംഗും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടെന്ന് ഇപ്പൊ കൺഫേം ആയിട്ടുണ്ട്. ആ സമയം തന്നെ നമ്മുടെ പ്രീ ഓർഡേഴ്സിന്റെ കാര്യങ്ങളും അത് ചെയ്യാൻ പോകുന്നുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പം വരുന്നത്. അപ്പം നേരത്തെ വീഡിയോ ഡിലേ ആയതുകൊണ്ട് എനിക്ക് അതിൽ മെൻഷൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ GTA 6 ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. നവംബർ 19 ഒരു മാറ്റവും ഇല്ലെന്നാണ് ഇതുവരെ കൺഫേം ആയിട്ടുള്ള റിപ്പോർട്ടുള്ളത്. ടെക്2 ഇന്ററാക്റ്റീവിന്റെ CEO തന്നെ ഇപ്പോൾ അത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ഡേറ്റ് ചേഞ്ചസും ഇല്ല. ഇനി വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ ലേറ്റർലി അവർ അറിയിക്കും. പക്ഷേ ഈ ഇടയ്ക്ക് ഒരു കാര്യം നടന്നു. ട്വിറ്റർ അക്കൗണ്ട് ആണെങ്കിൽ ഒരിക്കൽ കൂടെ എക്സ്ബോക്സിന്റെ ഒഫീഷ്യൽ പേജ് GTA 6 വിസിൽ ലിസ്റ്റ് അവർ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലൊന്ന് മനസ്സിലാക്കാം, ഗെയിം എന്തായാലും നവംബർ 19 വരാൻ പോകുന്നതെന്ന് ഇതിലൊന്ന് നമുക്ക് കൺഫേം ആവുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ചെറിയ വീഡിയോ ആയിപ്പോയി. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ.